ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മാർക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 30 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്കിന്ന് ധ്യാന വിഷയമായിട്ട് നൽകിയിരിക്കുന്നത്. സുവിശേഷം ഇതാണ്: ഈശോയുടെ പീഡാസഹനവും ഉത്ഥാന 2-ാം പ്രവചനം. മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകണം, അവൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ വധിക്കും, 3-ാം ദിവസം അവൻ ഉയർക്കും. കർമ്മലിത്ത സഭയിൽ ഒത്തിരി വിശുദ്ധരുണ്ട്. എല്ലാവരും മിസ്റ്റിക്കുകളാണ്. എല്ലാ വിശുദ്ധരും മിസ്റ്റിക്കുകളാണ്. വലിയ രക്തസാക്ഷികളോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവരൊന്നും അവിടെയില്ല. അവരെ ലമ്മത്രേശ്യയും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനുമൊക്കെ ആത്മീയതയുടെ ക്ലാസിക്കൽ, പ്രാർത്ഥനയുടെ ക്ലാസിക്കൽ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒത്തിരി കൊച്ചു കൊച്ചു വിശുദ്ധരുണ്ട് ആ സഭയിൽ. ഈഡിസ്റ്റൈനുണ്ട്. അവരെല്ലാവരും മിണ്ടാമടത്തിൽ ജീവിച്ചവരാണ്. 50 വയസ്സായ ഈഡിസ്റ്റൈൻ, 19 വയസ്സായ സെൻറ്റ് തെരേസ ഓഫ് ലോസ് ആൻഡസ്, 26 വയസ്സുള്ള സെൻറ്റ് എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റി, 23 വയസ്സായ സെൻറ്റ് തെരേസ മാർഗരറ്റ് റെഡ്ഡി, 41 വയസ്സായ മാഗ്ദലേൻ തെപ്പാച്ചി. നമുക്കെല്ലാവർക്കും സുപരിചിത 24 വയസ്സുള്ള കൊച്ചു ത്രേസ്യ. കൊച്ചു പെൺകുട്ടികളാണ് ഇവരൊക്കെ. 19, 23, 24 വയസ്സ് പഠിക്കുന്ന പ്രായത്തിൽ മിണ്ടാമടങ്ങളിൽ ചേർന്ന് ദൈവമായിട്ട് ഐക്യപ്പെട്ട് ജീവിച്ചു. അതുകൊണ്ടാണ് അവർ തന്നെ തെളിയിച്ചു. കിട്ടിയ സമയം അവർ തെളിയിച്ചു. അധികം വർഷം അവർക്ക് വേണ്ടി വന്നില്ല. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അവർ ദൈവമായിട്ട് ഐക്യപ്പെട്ടു ഈ ലോകത്തിൽ ജീവിച്ചു എന്ന് അവർ തെളിയിച്ചവരാണ്. ഹീറോയ്ക്കായിട്ടുള്ള യാതൊരു പ്രവർത്തനമില്ല. പക്ഷേ കിട്ടിയ ജീവിത നിമിഷങ്ങളെ വിശുദ്ധീകരിച്ച് ജീവിച്ചപ്പോൾ അവരെ വിശുദ്ധരെന്ന് നമ്മൾ തറയിൽ വണങ്ങുകയാണ്. ഇനി പറഞ്ഞ മറ്റൊരു മാനമാണ് അവരുടെ ജീവിതത്തിൽ. എല്ലാവരും കൊച്ചുപ്രായത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ രോഗപീഠകളിലൂടെ കടന്നുപോയിരുന്നവരല്ല, കഠിനമായ രോഗത്തിലൂടെ കടന്നുപോയവരാണ്. ഈശോയുടെ സഹനത്തോട് തങ്ങളുടെ സഹനങ്ങളെ ചേർത്ത് വെച്ച് കടന്നുവരാം. കൊച്ചു ത്രേസ്യ ഉദാഹരണം നമ്മൾ പറയാറുണ്ട്. കൊച്ചു ത്രേസ്യ ഇടയ്ക്കിടെ പറയുമായിരുന്നു, സ്നേഹത്തെക്കാളേറെ സഹനമാണ് എന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു ത്രേസ്യയ്ക്ക് കലശലായ TB രോഗമായിരുന്നു. ചുമക്കുമ്പോൾ എപ്പോഴും രക്തമാണ് പുറത്തു വന്നിരുന്നത്. മഠത്തിലുള്ളവർ അവളെ പലപ്പോഴും മനസ്സിലാക്കിയില്ല. അവളെ കളിയാക്കിക്കൊണ്ടിരുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്, അവളുടെ തോന്നലാണെന്നൊക്കെ. ഒരു ദിവസം അവൾ ശ്വാസം എടുക്കാനാകാതെ ബുദ്ധിമുട്ടി മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ഇടയ്ക്കൊന്ന് ഒന്ന് ചുമച്ചു, വായിൽ നിന്ന് ചോരയാണ് വന്നത്. അവൾ ചോര നിലത്ത് തുപ്പി. വീണ്ടും ശ്വാസം എടുക്കാനായി അവൾ മുഖമുയർത്തി, ആകാശത്തേക്ക് മുഖമുയർത്തി. നല്ല നിലാവ്, ആകാശത്ത് നക്ഷത്രങ്ങൾ. അവൾ പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ പേര് ആകാശത്ത് നക്ഷത്രങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുന്നുവല്ലോ. അവൾ സഹനത്തിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞതാണ്. ദൈവിക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളെ എല്ലായിടത്തും കാണാൻ പരിശ്രമിച്ചവരാണ്. സഹനത്തെ ദൈവികമായി കാണുന്നവർക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ, ഈ ഒരു മൗതിക അനുഭവത്തിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈശോ ഇന്ന് സഹനത്തെക്കുറിച്ചാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കടന്നു പോകേണ്ട വഴികളാണ് ഞാൻ കടന്നു പോകേണ്ടത്. അവിടെ പിതാവായ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് അവരോട് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം ഇവിടെ നമ്മൾ കാണുന്നത് സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. ഈശോ തൻ്റെ പീഡകളെക്കുറിച്ച്, സഹനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ആകുലത ഏതാണ്? തങ്ങളിൽ ആരാണ് വലിയവൻ? തങ്ങളുടെ കൂട്ടത്തിൽ ഈശോയുടെ മഹത്വത്തിൽ ഇടത്തും വലതും ഇരിക്കേണ്ടവൻ, ഏറ്റവും വലിയവൻ ആരെന്നുള്ള തർക്കമാണ് സുവിശേഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഇങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ഒന്ന് ഈശോയുടെ മുമ്പിൽ, അല്ലെ ക്രൂശിതനായ ഈശോയുടെ മുമ്പിൽ നമ്മുടെ കൊച്ചു സങ്കടങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ വലിയ എല്ലാ ഭാരവും പേറി ശരീരം മുഴുവൻ, എല്ലാ പീഡകളേറ്റ് ശരീരം മുഴുവൻ ഒറ്റ മുറിവായി നിൽക്കുന്നതിൻ്റെ അടുത്താണ് നമ്മൾ ചിലപ്പോൾ പോയി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഒരു മുറിവ് മാറ്റണമേ. എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. മരണത്തോളം ദുഃഖിതമായിരിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിതമാകുന്ന ഒരു ജീവിതാനുഭവമുള്ളവൻ്റെ അടുത്താണ് നമ്മുടെ കൊച്ചു മുറിവുകൾ ഉണക്കണമേ എന്ന് പറയും നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാര്യ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന. പക്ഷേ അതുപോലും സഹിക്കാനുള്ള സഹനശക്തി നമുക്കില്ലെങ്കിൽ എങ്ങനെ ദൈവമായിട്ട് ഐക്യപ്പെടുമെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈശോയുടെ പീഡാസഹനങ്ങളിൽ നിന്ന് നമ്മളെ ഓർപ്പിക്കുക, നമുക്ക് വിളമ്പിയത് ഭക്ഷിക്കുകയാണ്. ഇത് മാത്രമേ ഉള്ളൂ. എനിക്കിത് പനിയാണ്, എനിക്ക് പനി വേണ്ട, തലവേദന മതിയായിരുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല. നമുക്ക് വിളമ്പിയത് അത് ഭക്ഷിക്കുക. അതാണ് നമ്മുടെ രക്ഷയുടെ മാർഗവും ഈ ലോകത്തിൽ സന്തോഷത്തോടെ കൃപയോടെ ജീവിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ മാർഗവും. വിളമ്പിയത് ഭക്ഷിക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.